സ്വീറ്റാ? ഓ സോറി സ്വീറ്റ്. ഇവിടെ ആദ്യം ഇവിടെ 2-3 ഉണ്ടായിരുന്നു, തീർന്നു പോച്ച്. ഒരു വെള്ളം തെളിക്കണമാ? ഇത് ഓക്കെ പോതുമാ? ബാക്കിയില്ല കേട്ടോ അമ്മ, ഇവിടെ ഒരാള് കട്ട് തിന്നമ്മ. ഇത് വെച്ചു. പഴം, ബനാന. ഓക്കെ, അടുത്ത് നമ്മൾ ഇഞ്ചി വെച്ചോട്ടെ. അല്ലമ്മ, ഇവിടെ കേരളത്തില് ഫസ്റ്റ് ആമാ ഇവിടെ ഫസ്റ്റ് ഇഞ്ചി അമ്മ, ഇഞ്ചി അത് ഫസ്റ്റ് നമ്മൾ ഇഞ്ചി വെച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എൻ്റെ ഓണാശംസകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു ചാനലിൽ ഇടുന്നുണ്ട്, CA ടോക്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അനുമോളുടെ ഒരു ഓണാഘോഷത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പം എന്തായാലും അനുമോളുടെ ഉത്രാട ഓണാഘോഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക ഗൈസ്. പിന്നെ ഞങ്ങൾ നാരങ്ങയില്ലേ മുള്ള തേങ്ങ അല്ല ഇവിടെ നാരങ്ങ ആമാ ഇല്ലമ്മ, ഞാൻ കഴിക്കും. നമുക്ക് ആദ്യം ഒരു ഇല ആദ്യം, അത് കഴിഞ്ഞ് നെല്ലിക്ക. അത് കഴിഞ്ഞ് നമുക്ക് നെല്ലിക്കയുടെ മുന്നേ നമ്മൾ മാങ്ങ വെക്കേണ്ടതാണ്, മറന്നുപോയി. മാങ്ങ, യെസ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്പൂൺ വേണമല്ലോ, ഇത് മതി. ബീട്രൂട്ട് പച്ചടി, ഇത് വെള്ളപ്പച്ചടി, ഇത് പിന്നെ കട്ട് ചെയ്തടാ, അത് വെച്ചമ്മ. ഇത് ഒരു പൈനാപ്പിൾ കറി, മധുരക്കറി. ഓക്കെ, ഇത് വന്ന് ഇതൊരു എന്തൊരു പാവയ്ക്ക. ആമാ കഴിക്കും. ആമാ ഇവിടെ വയ്ക്കാം പാവയ്ക്ക. നെക്സ്റ്റ് തോരൻ, ഈ നാരങ്ങ, മാങ്ങ വേണം. ഇവിടെ മാങ്ങയാണ് வைக்கேണ്ട, நெல்லிக்காய். சரி ஓகே. இதுக்கு இவ்ளோ ஃபுட்ஸ்லாம் வைக்கறாங்க. இது நார்மலா இங்க கேரளா சத்யாவா? ஆமா. இவ்ளோ ഇനി ഇവിടെ തോരൻ വെക്കും, അവിയൽ വെക്കും, അത്ര തന്നെ, പപ്പടം വെക്കും. சரி, எதுக்கு இவ்ளோ டிஷஸ் வைக்கறாங்க? என்ன റീസണാ? ഇതാണ് കേരള സദ്യ അല്ലേ? എത്ര ഐറ്റംസ് ഉണ്ടടാ? നമുക്ക് ഇനി തോരൻ. ഇത് തോരൈ നമ്മുടെ സദ്യയുടെ ഐറ്റംസ് കൂടിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിറയുന്നില്ല, അല്ല സോറി, നമുക്ക് തികയുന്നില്ല. അതെ, അവിയൽ எனக்காக என் ஒய்ஃப் மார்னிங்ல எந்திரிச்சு இதெல்லாம் சமைச்சு வச்சிருக்காங்க. இப்படி ஒரு மனைவி கிடைக்கும். അതെ, ഞാൻ രാവിലെ ഇതെല്ലാം കുക്ക് ചെയ്തു അല്ലേ? അല്ലേ 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 ആണ്. ചുമ്മാ അമ്മ, ഇത് ബോളി അമ്മ ലാസ്റ്റ് കഴിക്കും. ആ ശരി, ഓക്കെ. ചുമ്മാട്ടാ, ഞങ്ങളിത് പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തതാണ്. ആ കഴിഞ്ഞ അമ്മ ഇരിക്കും, ഞാൻ ഇരിക്കാം. അപ്പം ഞങ്ങളിത് അറേഞ്ച് ചെയ്താ കേട്ടോ. കാരണം ഇത്രയും ഐറ്റംസ് കുക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ട്രിവാൻഡ്രം ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മീൻസ് നമ്മുടെ ശരിക്കും തിരുവോണത്തിനാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്, തിരുവോണം. അപ്പം വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നാം ഓണത്തിന് സദ്യ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ട് കഴിച്ചിട്ട് തിരുവോണത്തിൻ്റെ അന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊന്ന് ഞാൻ ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അമ്മയ്ക്കാണേ? ഇല്ലില്ല, ഉങ്ങൾക്ക് വെച്ചോ. പരിപ്പ് ഞാൻ ഒഴിച്ചു തരാം. നെയ്യ് ഒഴിക്കും. നെയ്യുണ്ടമ്മ അവിടെ? നെയ്യൊക്കെ അറിയാം, നെയ്യൊക്കെ. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഭുവന് വേണ്ടിയിട്ടുള്ളത് ഞാനൊന്ന്
വെച്ച് കൊടുക്കട്ടെ. ബോനും എനിക്കും കിരണിനും വേണം. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ഞങ്ങൾ 3 എണ്ണമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. കാരണം കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നീ ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം. കട്ട് ചെയ്തോളാം. ஓகே நான் ரெடி. சாப்பாடாக நான் வந்து ஃபஸ்ட் ஃபுட்டுனா நான் ஃபஸ்ட்டாலாம் வந்து உட்காந்துருவேன். ஃபுட்டு விஷயத்தில் நான் ரொம்ப செல்ஃபிஷ். அது அவளுக்கு தெரியும் இல்லை ப்ரோ? இந்த மம்மி நானும் ஃபுட்டு விஷயத்தில் நல்ல செல்ஃபிஷ். அதாவது செல்ஃப் இன் சென்ஸ் செல்ஃபிஷ்னா லைக் வெயிட் பண்ண முடியாது. லைக் ஃபுட்டு இங்கே இருந்துச்சுன்னா இதை பார்த்துட்டு என்னால் வெயிட் பண்ண முடியாது. கண்டிப்பாக முடியாது. நான் எடுத்து சாப்பிட்ருவேன். வெயிட் பண்ண மாட்டேன். யாருக்கு வெயிட் பண்ண மாட்டேன். இதனால் எங்களுக்குலாம் டிஷ்ஷுலாம் ஒர்க் பண்ணிட்டு இருந்தீங்களாம்மா? ஓகே ஓகே சின்ன சின்ன ஹெல்ப் நல்லா போய் சொல்லும். எங்கள் அம்மாவோட டோனே மாறிடுச்சு பாரு. இன்ஸ்டா பார்த்து கெட்டு போயிட்டாங்க நினைக்கிறேன்ல. சாப்பிடலாமா? நிக்கம்மா நமக்கு ഒരുമിച്ച് சாப்பிடாமா? நான் சொல்லல. நான் இப்பதானே சொன்னேன். நிக்கம்மா கஷ்டம்டாமா. செல்ஃபிஷ். வெயிட் பண்ண முடியாது. ஃபுட் அப்படியே வச்சிட்டு பார்த்துட்டு என்னால வெயிட் பண்ணவே முடியாது. அவங்களாலே அம்மா எல்லாரும் கூட ட்ரோலும். நான் எடுத்து வைக்கட்டா? வேண்டாம்மா. തണ്ണി. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തപ്പം 3 സദ്യയെന്ന് പറഞ്ഞപ്പം 3 വാഴയിലേ വെച്ചിട്ടുള്ളൂ. പാവം കിരണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്താ ഞാനും ഭുവനും കൂടി ഒരേലയിൽ ഇരുന്നിട്ട് കിരണ് 2 ഇലയിൽ, അല്ല സോറി വേറൊരു ഇലയിൽ. ഇല്ല അങ്ങനെ മതി. എനിക്ക് ഭുവൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടം. ഇല്ലാന്ന് അങ്ങനെ വേണ്ട, അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാ നോർമൽ പാത്രത്തിൽ ഇരിക്കണ്ട. ഇവൻ ഇങ്ങനെ തന്നെ നേരത്തെ കൊണ്ടുവന്ന ബോളിയൊക്കെ നേരത്തെ എടുത്ത് കഴിച്ചു. പായസമൊക്കെ നേരത്തെ ചിപ്സും എടുത്ത് കഴിച്ചു. പോടുന്നു ഇനി ഇല്ല പോ. അത് അവന്റെ പഴമോ? സോറി ബ്രോ. അയ്യോ ഒരു സ്പെഷ്യൽ കറി തരാൻ മറന്നുപോയമ്മ. കൂട്ടുകറി ചിക്കൻ കറി ഇല്ലയാ? ഏയ് അങ്ങനെ പറഞ്ഞുകൂടാ. ഓണത്തിന് ഇവിടെ കൂട്ടുകറി മതി മതി. ഇതെന്താ കൂട്ടുകറി? നാളെ ഈ ഐറ്റംസ് എല്ലാം എൻ്റെ അമ്മ നോക്കിട്ടേ ഇരിക്കണം. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ നാളെ അമ്മയാ രാവിലെ 5 മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോയി. ഇല്ല അമ്മ എല്ലാം തനിയെ ഉണ്ടാക്കും. എല്ലാം തനിയെ എല്ലാ വർഷവും. ഞാനൊക്കെ അനുവോட അമ്മ അനു മാതിരി സൂപ്പറും എല്ലാ വേളയും നോക്കും. എൻ്റെ അമ്മ മാതിരി. ഭുവിയുടെ അമ്മ വെറും സ്ലോ മോഷൻ. എല്ലാം തനിയെ ചെയ്യും. ഞാനൊക്കെ സത്യം പറയാമല്ലോ ഓണത്തിൽ നിന്ന് എൻ്റെ അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പം എനിക്കും അത് മനസ്സിലായി. എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ എൻ്റെ അമ്മ ആ ടൈം ഞാൻ കിടന്നുറങ്ങും. 10 ഉടനെ കിടന്നുറങ്ങും. അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രം എണീക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഇപ്പം ഞാൻ വിളിച്ചു, ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഇല്ലില്ല, പുതു പെണ്ണും ചെക്കനും കല്യാണം സദ്യ ഇങ്ങനെ നമ്മളെല്ലാം കുക്ക് ചെയ്ത് വെക്കും, നീ ആ സമയത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇതെന്താ? ആ ബോളി ചോറിട്ടെ. എല്ലാം ഇട്ടല്ലേ? മതി, കൊഞ്ചം റൈസ് മതി. ഹലോ, എനിക്കും കൂടിയാ ഇത് മതി. ரெண்டு பேத்துக்கு இது மாதிரி ഓണത്തിന് ഒരു ഡയറ്റും ഇല്ല പോവാ. ஆக்சுவலி இந்த ரைஸ் நான் வந்து அங்க தமிழ்நாட்டுல எங்க சாப்பிட மாட்டோம். அங்க சாப்பிடுறது இந்த ரைஸ் இங்கனால சாப்பிட முடியாது. இன்னொரு ரைஸ் எனக்கு வாங்கி வச்சிருக்கேன். அந்த ரைஸ் நான் சாப்பிடுவேன். இதனால சாப்பிடுறது கொஞ்சம் சாப்பிட்டா கூட எனக்கு அப்படியே வயிறு ப்ளோட் ஆகும், ரொம்ப பெருசாகும். நான் சாப்பிட மாட்டேன். மோஸ்ட்லி இது ரொம்ப ரேர் நான் சாப்பிடுறது. எனக்கும் அம்மாக்கும் ஊர்லேருந்து ரைஸ் வாங்கிட்டு வந்திருக்கு, அது நாங்கள் சாப்பிடுவோம். அனுவும் அதை സാപ്പിട്ട് പഴകിട്ടാ. ഇല്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ കഴിച്ചു. പരിപ്പടാ ബിഗ് ബോസിനകത്ത് നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് തമിഴ്നാട് ഫുഡാണല്ലോ. അപ്പം ഞാൻ അത് കഴിച്ച് പഴകി.
എനിക്ക് അങ്ങനെ ഇന്ന ഫുഡ് വേണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചോളൂ. സോറി, എനിക്ക് ഊത്തി നെയ് നല്ലതാ പോവാ. നല്ലതാ നെയ് നല്ലതാ. നെയ് വേറെന്താ? പായസം ലാസ്റ്റ്. എല്ലാ കറിയും ഒഴിച്ചില്ലേ? സാമ്പാർ ഞാൻ എടുത്ത് വെച്ച് തരാം. സാമ്പാർ തന്നെ ഫസ്റ്റ് ഊത്തണം. ഇല്ലടാ, സാമ്പാർ കഴിച്ചോളൂ. കൂട്ടുകറി കഴിച്ചല്ല, ഇനിയിപ്പോ സാമ്പാറും കഴിച്ചോട്ടെ. ഇല്ല ഒഴിക്കണ്ട, ഇവിടെ വെച്ചേക്കാം. കിരണേ ഞാനൊന്ന് കഴിക്കുവാണേ. ഭയങ്കര ഇഷ്ടമാണ് സദ്യ. മോനാണെങ്കിൽ സദ്യയുടെ കൂടെ എടുത്ത് ചോദിക്കില്ലേ മീനൊക്കെ കിട്ടൂ. നാളെ അപ്പോൾ ഇത്രയും ഐറ്റംസ് അമ്മ നാളെ കുക്ക് ചെയ്ത് വയ്ക്കും. ഭയങ്കര ടേസ്റ്റ്, ഇതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു എന്താ പറയുക, അവിടെ ചെന്നിട്ട് ആ ഒരു അമ്മയും മരുമോളും തമ്മിലുള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ സ്റ്റാർ മാജിക്കിൽ കണ്ട ആ ഒരു അനുമോൾ തന്നെയാണ്. അതായത് ആ അനുമോളോടുള്ളൊരു സ്നേഹം കൂടുതൽ കല്യാണത്തിന് ശേഷം വീണ്ടും കൂടിയിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് കണ്ടപ്പോൾ തോന്നുള്ളൂ. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളുടെ അമ്മയൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരാണ്. ഈവൻ ഞാനാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ കല്യാണശേഷം എനിക്ക് ഇങ്ങനെ വെക്കേണ്ടത്, ഞാനും ഇങ്ങനെ സദ്യയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള സംസാരവും, അതുപോലെ തന്നെ അമ്മായിയമ്മ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് മരുമോൾ അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിലുള്ളൊരു സിങ്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അനുമോളുടെ വീഡിയോസ് കാണാനുണ്ട്, അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾറെഡി അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർക്ക്. അപ്പോൾ എനിക്ക് അവരുടെ കല്യാണമാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കല്യാണത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ വിവാഹമാണെങ്കിലും ഭയങ്കര സ്വകാര്യമായി വെച്ച്, അല്ലെങ്കിൽ അത്രയും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്രയും ആണ് അനുമോളെന്ന് വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്നാലും അനുമോളെ അറിയാത്ത ആൾക്കാരുണ്ടോ, മലയാളികൾക്ക് അറിയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരാൾ പറയുന്നുണ്ട് അനുമോളെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വന്നേക്കുന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ്. കാരണം അനുമോളെ അറിയാതിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതാണ് അനുമോള്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. ആസ് കമ്പയർ ടു അഹാനേനെയും അനുമോളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും അനുമോളെ തന്നെ അറിയാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അഹാനയ്ക്ക് അനുമോളെ അറിയാത്തതാണോ, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് അറിയാത്തതാണെന്ന് പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തിനാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അനുമോളെ അറിയാതിരിക്കത്തില്ല. കാരണം ഇവർ രണ്ടുപേരും ട്രിവാൻഡ്രം ആൾക്കാരാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, എന്തായാലും ആ ഷോയിൻ്റെ വിന്നർ ആരാന്നൊന്നും അറിയാതിരിക്കത്തില്ലല്ലോ. എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? കാരണം ഓൾറെഡി ഒന്ന് എയറിലായിരുന്നു, ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയതുള്ളൂ. അപ്പോൾ അടുത്ത കണ്ടൻറ്റും കൊണ്ട് എയറിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഷാരിക എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഷാരിക നമ്മുടെ രേണുവിൻ്റെ അടുത്ത ആളാണ് കേട്ടോ. ഷാരിക കുറച്ചധികം കാര്യങ്ങൾ അനുമോളെക്കുറിച്ച് പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങോട്ട് തോന്നുമ്പോൾ സ്വപ്നം കാണുമ്പോൾ വന്നിരുന്നത് കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മമാർ വളർത്തുന്നത്. ആണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നവരാണ്, പെണ്ണുങ്ങളെല്ലാം വിചാരണികളാണ്, മറ്റേ പണി നടത്തുന്നവരാണ്. ഇതൊന്നും അല്ല പറയേണ്ടത്. നിങ്ങൾ നന്മപരമാണെന്ന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും വേണം നമുക്കാർക്കും. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇത് മറ്റുള്ളവരുടെ പേരുകളും കുടുംബവും, അത് അവർ സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവരൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവരൊരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവരൊരു ഇന്റർവ്യൂർ ആയിക്കോട്ടെ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, അവരുടെ കുടുംബത്തെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. That's it. So that's for today. അപ്പോൾ ഇത്രയും പേര്, എനിക്ക് തോന്നുന്നു 10-100 പേരോളം, എൻ്റെ 53 പേരോളം എൻ്റെ എന്താ പറയുക ലൈവ് കാണാൻ വന്നു.
വളരെ സന്തോഷം. എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുമോള് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കല്യാണ സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അനുമോള് വേറൊരു പ്രായം കുറഞ്ഞ ആളെ കെട്ടി, വേറൊരു നാട്ടിലെ ഒരു മനുഷ്യനെ കെട്ടി, അതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ അവരുടെ വീട്ടിൽ പോയി. അതൊക്കെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിനെ വെച്ചിട്ടാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന അതൊരു ഗെയിം ഷോ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി പലർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഷോയാണ്. അവിടെ പലരും പല സ്ട്രാറ്റജീസ് എടുത്തു. ഇപ്പൊ അഖിൽമാരാറ് ഒക്കെ ഇപ്പം നമുക്ക് ആളുടെ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ റോബിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ക്യാരക്ടർ അതായിരുന്നോ? ഒരിക്കലും അല്ല. അല്ല അഖിലിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ക്യാരക്ടർ അതാണോ? അല്ല. അവരെ ഓരോരുത്തരും ഓരോ സ്ട്രാറ്റജി എടുത്തിട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്നത്. അപ്പോൾ അന്ന് അവരെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. സോ ബിഗ് ബോസ് എത്ര ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന് പറഞ്ഞാലും അവിടെ ഓരോരുത്തരും സ്ട്രാറ്റജി എടുക്കാവുന്നിടത്തോളം സ്ട്രാറ്റജി എടുക്കും, ഓരോ കണ്ടന്റുകൾ കൊണ്ടുവരും. സോ ബിഗ് ബോസ് ആണെന്നും അനുമോളുടെ ലൈഫ് എക്സ്ട്രീംലി വേറെ ആണെന്നും അല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആക്ച്വൽ ലൈഫിലുള്ള സംഭവങ്ങളോ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അനുമോളെ വിമർശിക്കുന്നവർ ബിഗ് ബോസ് വെച്ച് വിമർശിക്കാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഓരോ കണ്ടന്റ് അവർ കൊണ്ടുവരും, ഓരോ സാധനങ്ങളിടും. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ശാരികയുടെ ഒരു വാദത്തോടും കുറേയധികം കാര്യങ്ങളോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. രേണുസുതി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കറക്റ്റാണ്, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശാരിക. സോ ശാരിക വന്ന അനുമോളെ ഇത് പറയുന്നതും അല്ലെങ്കിൽ പല ആൾക്കാരും അനുമോളെ ബിഗ് ബോസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അതൊരു ഗെയിം ഷോ ആണെന്നും ഇത് അവരുടെ റിയൽ ആയിട്ടുള്ള ലൈഫാണെന്നും മനസ്സിലാക്കുക. സോ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ഓണം.